ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറുപ്പക്കാരൻ രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ നിന്നും വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള വിഷമമായിരുന്നു തങ്ങളുടെ നാട്ടിലുള്ള കൃഷ്ണമൃഗത്തെ വേട്ടയാടുന്നതിനെക്കുറിച്ചും അതിന് സംഭവിക്കുന്ന ദാരുണമായ അപകടങ്ങളെക്കുറിച്ചും അതിൻ്റെ വംശനാശങ്ങളെക്കുറിച്ചും അദ്ദേഹം എന്നും ഉത്കണ്ഠാകുലനായിരുന്നു. ഒരുപക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് ഇതിനു വേണ്ടി എന്തു ചെയ്യാൻ കഴിയും, ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ തന്നെ അതെനിക്ക് പൂർണ്ണമാക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള പല ചിന്തകളും അദ്ദേഹത്തിന് മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നു. ഒരു സമയത്ത് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസത്തിനായി പഞ്ചാബിലേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം കൂടുതലായി വനനശീകരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ അറിയുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആശയം ഉദിച്ചത്, ഒരുപക്ഷെ തനിക്കും ഈ പ്രക്രിയകളിൽ കൂടെ അല്ലെങ്കിൽ വനങ്ങളെ സംരക്ഷിച്ചാൽ എനിക്ക് ഞങ്ങളുടെ നാട്ടിലെ ബ്ലാക്ക് ബക്ക് എന്നറിയപ്പെടുന്ന കൃഷ്ണമൃഗം അതിനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നു. തൻ്റെ ഡിഗ്രി പഠനകാലത്തോടൊപ്പം തന്നെ അദ്ദേഹം കൃഷ്ണമൃഗങ്ങളെക്കുറിച്ച് കൂടുതൽ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാനും തയ്യാറാകും. അദ്ദേഹം പറയുകയുണ്ടായി, ഈ ഗ്രാമത്തിൽ എപ്പോൾ ആർക്കും എന്നെ വിളിക്കാം, ഏതെങ്കിലും കൃഷ്ണമൃഗത്തിന് അപകടം സംഭവിച്ചാൽ എന്നെ അറിയിക്കാം, അതിനുവേണ്ടി എല്ലാ സഹായത്തിനും ഞാൻ ഒപ്പമുണ്ടാവും. അങ്ങനെ ആ ഗ്രാമവാസികളുടെ മുഴുവൻ തനിക്കുള്ള ആകുലതയെപ്പറ്റി അദ്ദേഹം പറയുകയാണ്. ബിഷ്ണോയി കുടുംബത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ തന്നെ പഞ്ചായത്തിൻ്റെ ഒരു മീറ്റിംഗിൽ കൂടുകയാണ്. അപ്പോഴാണ് കൃഷ്ണമൃഗങ്ങൾക്ക് സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും അതിനെ കൂടുതൽ ആളുകൾ വേട്ടയാടുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വീണ്ടും അറിയാൻ ഇടയുണ്ടായത്. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം ഗ്രാമക്കാരിൽ നിന്ന് തന്നെ ഏകദേശം 2 ലക്ഷം രൂപയോളം സമാഹരിച്ച് കൃഷ്ണമൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ആ ഗ്രാമത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ തന്നെ അതിന് കുടിവെള്ള സൗകര്യവും അതുപോലെ തന്നെ കൃഷ്ണമൃഗങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും അതിനെ തുടർന്നുള്ള ചികിത്സയ്ക്കും പരിപാലനത്തിനും വേണ്ടിയുള്ള ഫണ്ട് രൂപീകരിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഗ്രാമക്കാർ ഫുള്ളായിട്ട് നിൽക്കുകയാണ്. ഒരു ദിവസം രാത്രി, നല്ല തണുപ്പുള്ള ഏകദേശം രാത്രി, 17 ഡിഗ്രി സെൽഷ്യസിൽ കുറവായിരുന്നു അന്നത്തെ ആ കാലാവസ്ഥ. അപ്പോഴാണ് അദ്ദേഹം ഒരു ഗ്രാമത്തലവൻ വഴി അറിയുന്നത് തങ്ങളുടെ നാട്ടിൽ കൃഷ്ണമൃഗ വേട്ട നടക്കുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 30 കിലോമീറ്ററോളം ദൂരെയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ കൃഷ്ണമൃഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആ പാതിരാത്രിക്ക് തൻ്റെ ബൈക്ക് എടുത്ത് ആ തണുപ്പുള്ള സമയത്ത് പോവുകയാണ്. എന്നാൽ അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് തന്നെ ആ കൃഷ്ണമൃഗത്തെ ആ വേട്ടക്കാർ അവിടെ വേട്ടയാടി അതിന്റെ മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. ഇതിൽ കോപാകുലനായ അദ്ദേഹം ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് ആ വേട്ടക്കാരെ പിടികൂടുകയും ചെയ്യുന്നു. തുടർന്നും തങ്ങളുടെ ഗ്രാമത്തിൽ ഇതുപോലുള്ള പല സംഭവങ്ങളും അരങ്ങേറി. വാഹനങ്ങൾ ഇടിച്ചും അതുപോലെ തന്നെ പല വേട്ടക്കാരിൽ നിന്നും കൃഷ്ണമൃഗങ്ങൾ കൊല ചെയ്യപ്പെടുന്നു തുടങ്ങി. അങ്ങനെ അദ്ദേഹം തങ്ങളാൽ കഴിയുന്ന രീതിയിലെല്ലാം തന്നെ ഗ്രാമക്കാരെയും കൂട്ടി തന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ അദ്ദേഹം കൃഷ്ണമൃഗത്തിന് വേണ്ടിയുള്ള ആ സംരക്ഷണത്തിനുള്ള ആ പ്രയത്നം ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ബിഷ്ണോയ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിഷ്ണോയ് അല്ല, അനിൽ ബിഷ്ണോയ്. ബിഷ്ണോയ് കുടുംബത്തിൽ നിന്ന് ജനിച്ച് അനിൽ ബിഷ്ണോയ് എന്ന ആ ചെറുപ്പക്കാരൻ അന്നേ നാൾ മുതൽ തുടങ്ങിയ ആ പരിശ്രമം ഏകദേശം ഫലം കണ്ടു എന്ന് പറയാം. ഏകദേശം 300-ഓളത്തിലധികം വേട്ടക്കാരെ അദ്ദേഹം പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയുണ്ടായി. കൃഷ്ണമൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിച്ച നിമിത്തം ഏകദേശം 10,000-കണക്കിലുള്ള കൃഷ്ണമൃഗങ്ങളെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞു. ഇന്നും അദ്ദേഹം ആ സംരക്ഷണം തുടർന്നു പോകുന്നു. അവിടെ എന്തൊക്കെ സംഭവിച്ചാലും കൃഷ്ണമൃഗങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ യുദ്ധത്തിൽ തന്റെ ജീവൻ കളഞ്ഞും ഇറങ്ങിത്തിരിക്കുമെന്ന് അദ്ദേഹം പലരോടും പറയുകയുണ്ടായി. ദ ബെറ്റർ ഇന്ത്യ എന്നൊരു പോർട്ടൽ കൂടിയാണ് നമ്മൾ ഇദ്ദേഹത്തെ അറിയുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് മുമ്പേ ബിഷ്ണോയ് എന്ന കുടുംബം പ്രസിദ്ധമായിരിക്കാം. പക്ഷേ അത് ഈ പ്രസിദ്ധിയല്ല, ഒരു കുപ്രസിദ്ധിയാണ്. അതെ, ലോറൻസ് ബിഷ്ണോയ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ലോറൻസ് ബിഷ്ണോയെ കുറിച്ചാണ്. ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഏകദേശം 2010 കൂടി ചണ്ഡീഗഡിലെ കോളേജിലേക്ക് പഠിക്കാൻ പോയ ഇദ്ദേഹം, ലോ കോളേജിലേക്ക് പഠിക്കാൻ പോയ ഇദ്ദേഹം നേരെ ചെന്ന് ഇറങ്ങുന്നത് കോളേജ് റൂമിലേക്കല്ല, മറിച്ച് പൊളിറ്റിക്സിലേക്കാണ്. ഒരുപക്ഷെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളിൽ ചിലർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണ്. കാരണം വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ അവർക്ക് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയും അവരുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയും ഒക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം എത്രത്തോളം പങ്കുവയ്ക്കും നമുക്കറിയാം. പക്ഷേ ഏതായാലും അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു പരിധി കഴിഞ്ഞാൽ അത് അപകടം തന്നെയാണ്. അതാണ് ലോറൻസ് ബിഷ്ണോയ്ക്ക് സംഭവിച്ചത്. 2010 കൂടി തന്നെ ഈ പൊളിറ്റിക്സിൽ ഇറങ്ങിയ അദ്ദേഹം ആ ഒരു ചെറിയ കാലയളവിൽ തന്നെ പൊളിറ്റിക്സിൽ അവിടെ ശോഭിക്കുന്ന രീതിയിൽ വളർന്നു വരികയാണ്. മെയിനായിട്ടും അദ്ദേഹം കണ്ടുപിടിച്ചത് ഗുണ്ടായിസത്തിലൂടെയും ഭീഷണിയിൽ കൂടെയും പലരെയും തന്റെ വരുതിയിലാക്കാമെന്നും ഒപ്പോണൻസിനെ വരെ ഭീഷണിയിലൂടെ അദ്ദേഹം കീഴ്പ്പെടുത്താമെന്നുമായിരുന്നു. അങ്ങനെ 2010 തന്നെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ അദ്ദേഹം മത്സരിക്കുകയാണ്. പക്ഷേ വളരെ ദയനീയമായി അദ്ദേഹം പരാജയപ്പെടുന്നു.
ആ പരാജയം അദ്ദേഹം മുന്നിൽ കണ്ടത് തന്റെ ഒപ്പോണന്റിനെ ക്ലാസ് റൂമിൽ കയറി ആക്രമിച്ചുകൊണ്ടായിരുന്നു. ഇവിടെ നിന്നുമാണ് ലോറൻസ് ബിഷ്ണോയി എന്ന ഒരു അധോലോക നായകന്റെ ജനനം തുടങ്ങുന്നത്. തുടരെ ഇദ്ദേഹം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ കേസുകളിലും എല്ലാം ചെന്ന് പെടുകയാണ്. ആ കോളേജിൽ മാത്രം അദ്ദേഹത്തിന് 80-ലധികം കേസുകൾ ഉണ്ടായിരുന്നു തന്റെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനുള്ളിൽ തന്നെ. അങ്ങനെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് പോകുന്ന സമയത്തായിരുന്നു പഞ്ചാബ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇദ്ദേഹം മത്സരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ ഇലക്ഷനിൽ വളരെ ദയനീയമായി തോറ്റ ഇദ്ദേഹം തന്റെ പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. തന്റെ ഒപ്പോണന്റിനെ മൃഗീയമായും ശാരീരികമായും ഉപദ്രവിച്ച ശേഷം അവശനാക്കുകയായിരുന്നു. ഇതിൽ പ്രകോപിതരായി രണ്ടാമത് ഇലക്ഷൻ നടത്തുകയും ആ ഇലക്ഷനിൽ ഇദ്ദേഹം പരിപൂർണ പിന്തുണ വിജയിക്കുകയുമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ആ വിദ്യാർത്ഥി സമൂഹം ഇന്ന് അദ്ദേഹത്തെ ജയിപ്പിച്ചത് തങ്ങൾക്ക് നല്ലത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തുള്ള ബഹുമാനം കൊണ്ടാണോ, ആദരവ് കൊണ്ടാണോ? അല്ലോ, ഒരിക്കലുമല്ല. പേടി കൊണ്ട് മാത്രം. ഒരുപക്ഷെ തങ്ങൾക്കും നാളെ അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ സംഭവിക്കാം എന്നൊരു പേടി കൊണ്ട് മാത്രമായിരുന്നു അവർ അദ്ദേഹത്തെ ജയിപ്പിച്ചത്. എന്തായാലും 2012 കൂടി ലോറൻസ് ബിഷ്ണോയി ബിരുദം പാസ്സാക്കി വെളിയിലിറങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു വക്കീലാണ്. അങ്ങനെ ഏവരുടെയും പ്രതീക്ഷ പോലെ തന്നെ വക്കീൽ പരീക്ഷ പാസ്സായ ഇദ്ദേഹം ദിവസവും കോർട്ടിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ കോടതിയിൽ പോകുന്ന ഒരു വക്കീലായിട്ടല്ല, കേസ് വാദിക്കാനല്ല, മറിച്ചൊരു കുറ്റവാളിയായിട്ട് തന്റെ കേസുകളെ നേരിടാനായിട്ടാണ്. അതെ, കോളേജ് രാഷ്ട്രത്തിൽ ഇറങ്ങുന്ന സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 84-ലധികം കേസുകളിൽ പ്രതിയായിരുന്ന ലോറൻസ് ബിഷ്ണോയിക്ക് തന്റെ കോളേജ് പഠിത്തം പൂർത്തിയാക്കിയതിനു ശേഷം പോലും അതിൽ നിന്ന് മുക്തനാകാൻ സാധിച്ചില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ഇലക്ഷൻ സമയത്ത് തന്റെ ഓപ്പോണന്റായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്ന് കേട്ട ഒരു വ്യക്തിയെ അദ്ദേഹം വളരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്. പക്ഷേ ഈ ഒരു കൊലയിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാനായില്ല. 2014 തന്നെ അദ്ദേഹത്തെ പോലീസ് പിടികൂടിയെങ്കിലും 2015 വളരെ വിദഗ്ധമായി പോലീസിനെ പിടിയിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഏകദേശം മാസങ്ങൾക്ക് തന്നെ ലോറൻസ് ബിഷ്ണോയി പോലീസിന്റെ കൈക്കലായി അവസരം ജയിലിലുമാണ്. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന്റെ ആ ഗ്യാങ്ങിനെ നയിക്കാൻ ആളില്ലാതെ. അദ്ദേഹത്തിന് നിരവധി കൂട്ടുകാരുണ്ട്, നിരവധി പങ്കാളികളുണ്ട്, നിരവധി കൂട്ടാളികളുണ്ട്. അങ്ങനെ ഗോൾഡിയാർ ബരാർ എന്ന ലോറൻസ് ബിഷ്ണോയുടെ വലങ്കൈയായ ചെറുപ്പക്കാരൻ ഈ രംഗത്തേക്ക് വരികയാണ്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യമേ ശ്രദ്ധിക്കുന്നുള്ളൂ, ഞാൻ ഈ പറയുന്ന എല്ലാ ചെറുപ്പക്കാർക്കും ഏകദേശം ആ സമയത്ത് 25-നും 30-നും ഇടയ്ക്കായിരുന്നു പ്രായം. നല്ലൊരു ജോലി ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ചെയ്ത് തന്റെ കുടുംബത്തെയും തന്റെ മറ്റ് ഉത്തരവാദിത്തങ്ങളെ നോക്കേണ്ട സമയത്ത് അവർ ഇറങ്ങി തിരിച്ചത് ഇങ്ങനൊരു അവസ്ഥയിലേക്കായിരുന്നു. അതിനാണ് ഞാൻ എല്ലാവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ വയസ്സും എടുത്തു പറയുന്നത്. വെറും 25-നും 30-നും ഇടയിലുള്ള പ്രായമുള്ള ആൾക്കാർ മാത്രമായിരുന്നു ലോറൻസിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നത്. കാരണം ചെറുപ്പക്കാരിൽ നിന്നാണ് കൂടുതലായിട്ടുള്ള ഒരു പുള്ള് കിട്ടുന്ന അദ്ദേഹത്തിന് മനസ്സിലാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാക്സിമം ആയിട്ട് തന്റെ കൂട്ടാളികളായിട്ട് എല്ലാം ചെറുപ്പക്കാരെയായിരുന്നു കൂട്ടിയിരുന്നത്. ലോറൻസ് ബിഷ്ണോയി ജയിലിലായിരുന്നെങ്കിലും ഗോൾഡിയറിന്റെ സഹായത്തോടു കൂടിയാണ് ലോറൻസ് ബിഷ്ണോയി ജയിലിനകത്ത് തന്നെ തന്റെ ഗ്യാങ്ങിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ പല ബിസിനസ് മേഖലകളെ കാണുകയും അവരിൽ നിന്നും ചുങ്കം പിരിക്കുകയും അതുപോലെ തന്നെ പല നിർദ്ധനായ ആൾക്കാരിൽ നിന്നും, അതായത് ദിവസക്കൂലിക്ക് പണി ചെയ്ത് ജീവിക്കുന്ന മാർക്കറ്റിലുള്ളതും അല്ലാത്തതുമായ ബിസിനസ്സുകാരിൽ നിന്നും എല്ലാം ആ ലോറൻസ് ബിഷ്ണോയും അദ്ദേഹത്തിന്റെ ഗ്യാങ്ങും ദിവസേന അല്ലെങ്കിൽ ഹഫ്ത പിരിച്ചിരുന്നു. ആ ഹഫ്തയിൽ നിന്നുമായിരുന്നു അവരുടെ നിത്യത ചെലവുകൾ മറ്റും നടന്നുവന്നിരുന്നത്. എന്തൊരു ജീവിതമാണല്ലേ. അങ്ങനെ ഇരുന്നാലും ലോറൻസ് ബിഷ്ണോയ് തന്റെ ഗ്യാങ് വിപുലപ്പെടുത്താൻ വേണ്ടി ആ ജയിലിനകത്ത് തന്നെ കാലാ ജത്തേഡി എന്ന് പറയുന്ന വേറൊരു ഗ്യാങ് ലീഡറുമായി സുഹൃത്ത് ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഈ ഒരു ചെറു പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഗ്യാങ്ങിനെ നിയന്ത്രിച്ചു കൊണ്ടാണുള്ള ലോറൻസ് ബിഷ്ണോയുടെ കഴിവ് കണ്ട കാലാ ജത്തേഡി അദ്ദേഹത്തോട് സൗഹൃദം സ്ഥാപിക്കാനായിട്ട് യാതൊരു മടിയും കാണിച്ചില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒരുമിക്കുകയും ഇത് വലിയൊരു ഗ്യാങ്ങായി മാറുകയുമായിരുന്നു. ഈ രണ്ട് ഗ്യാങ്സ്റ്റേഴ്സ് നിമിത്തം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ ഏകദേശം 30ഓളം മർഡേഴ്സ് ആണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടത്തിയിരുന്നത്. പക്ഷെ അതിനൊന്നും തെളിവുകളില്ല. തെളിവുകൾ ലഭിച്ചതിനകത്ത് കുറ്റക്കാർ വേറെ. എന്നിരുന്നാലും പരോക്ഷമായും അതൊരു രഹസ്യമായ പരസ്യമായിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്നു ഇതിന് പുറമുള്ള ലോറൻസ് ബിഷ്ണോയും കാലാ ജത്തേഡിയുമായിരുന്നു. അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ലോറൻസ് ബിഷ്ണോയും കാലാ ജത്തേഡിയും രണ്ടും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയുകയാണ്. ഇവിടെ നിന്നുമാണ് വേറൊരു ഗ്യാങ്ങിന്റെ ഉത്ഭവം വരുന്നത്. കാരണം തങ്ങളുടെ മുമ്പോട്ടുള്ള പോക്കിനെ പലതരത്തിലുള്ള, അതായത് കൂടുതൽ ക്യാഷ് വരുന്നു, അതിന് അവർക്ക് ഷെയർ കൊടുക്കണം, ഇവർക്ക് ഷെയർ കൊടുക്കണം എന്ന് കണ്ട ലോറൻസ് ബിഷ്ണോയി തന്ത്രപരമായി കാലാ ജത്തേഡി ഒഴിവാക്കിയെങ്കിലും കാലാ ജത്തേഡി ഗ്രൂപ്പിലുള്ള പല മെമ്പേഴ്സും അപ്പോൾ തന്നെ ഒരു വിഭിന്നതയുടെ വക്കിലായിരുന്നു. അതിൽപ്പെട്ട ലോറൻസ് ബിഷ്ണോയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ദവീന്ദർ ബംഹു. ദവീന്ദർ ബംഹുവിനോട് ഇദ്ദേഹത്തിനോട് ഇത്രയും ദേഷ്യം ഉണ്ടാവാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദവീന്ദർ ബംഹു ആയിരുന്നു ഒരിടയ്ക്ക് തങ്ങളുടെ പഞ്ചാബ് സൈഡിലുള്ളതും ചണ്ഡീഗഡ് സൈഡിലുള്ളതുമായ പലതരത്തിലുള്ള മാർക്കറ്റുകളിൽ നിന്നും ഹഫ്ത പിരിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സാമ്രാജ്യം കൂടി ലോറൻസ് ബിഷ്ണോയി കൈക്കലാക്കണമെന്ന് ഇദ്ദേഹം തീരുമാനിക്കുകയും അതിന് തടസ്സമായി നിന്ന ദവീന്ദർ ബഹദൂറിനെ എങ്ങനെയും വകവരുത്തണമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു. എന്തായാലും അതിനുവേണ്ടി ലോറൻസ് ബിഷ്ണോയി അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. ഏകദേശം 2018 നടന്ന ഒരു ഷൂട്ട് ഔട്ടിൽ അല്ലെങ്കിൽ ഒരു എൻകൗണ്ടറിൽ അയാൾ മരണപ്പെടുകയാണ്. രവീന്ദ്രന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ അങ്കിതും മരണപ്പെടുകയുണ്ടായി. അങ്കിതും ഒരു ഗാങ്സ്റ്റർ ആയിരുന്നു. വെറും 27-28 വയസ്സുള്ള സമയത്തായിരുന്നു ഈ രണ്ടുപേരുടെയും മരണം സംഭവിക്കുന്നത്. തങ്ങൾ ചെയ്ത കർമ്മത്തിനുള്ള ഫലം എത്രയും പെട്ടെന്ന് അവർക്ക് കിട്ടി എന്ന് വിചാരിച്ചാൽ മാത്രം മതി. അങ്ങനെ ഇരിക്കെയാണ് അങ്കിതിന്റെ അച്ഛൻ ഒരു കാര്യം പറയുന്നത്.
തൻ്റെ മകന്റെ ശരീരം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഇവന്റെ അച്ഛൻ എന്ന പേരിൽ ഇവന്റെ മരണത്തിൽ ഞാൻ പൂർണ്ണമധികം സന്തോഷവാനാണ്. ഒരു അച്ഛന്മാർക്കും ഈ ഗതി ഉണ്ടാവാതിരിക്കട്ടെ. എൻ്റെ മകന്റെ പാത നിങ്ങൾ ആരും പിന്തുടരുത്. അഥവാ പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതായിരിക്കും ഗതി എന്നായിരുന്നു ആ അച്ഛൻ മാധ്യമപ്രവർത്തകർക്ക് കൊടുത്ത മറുപടി. എന്തായാലും സ്വന്തം കുടുംബത്തിനും നാടിനും ഒന്നും വേണ്ടാതെ വെറും ചെറുപ്രായത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ നല്ലത് ചെയ്യാനും ഒക്കെ ഉള്ള സമയത്തിൽ അവർ പോയ പാത അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പാത തെറ്റായിരുന്നു. എന്നിരുന്നാലും ഇതൊന്നും ഇവിടുത്തെ അവസാനിക്കുന്നില്ല. ഈ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ ഗ്യാങ് ആണ്. ഒന്നിനു പുറകെ ഒന്നായി പല ചെറുപ്പക്കാരും ഈ കുഴിയിലേക്ക് ഒന്ന് ചാടുന്നു. ഒരു പ്രാവശ്യം ചാടിക്കഴിഞ്ഞാൽ ഇതിനൊരു കരകയറ്റമില്ലെന്ന് അവർക്ക് അറിയാൻ പാടില്ല. ലോറൻസ് ബിഷ്ണോയുടെ മറ്റൊരു ഭാഗ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കളെ അദ്ദേഹത്തിന് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല കൊല്ലാൻ വേണ്ടി. കാരണം അദ്ദേഹം അല്ലാതെ തന്നെ വേറെ പലരും അദ്ദേഹത്തെ ശത്രുക്കളെ കൊന്നു തള്ളിയിരുന്നു. അദ്ദേഹത്തിന്റെ ശത്രുക്കളിൽ തന്നെ ഒരാൾ വളരെ പ്രബലനായ ഒരാളായിരുന്നു ജിതേന്ദർ ജോഗി എന്ന് പറയുന്ന 30 വയസ്സുകാരൻ. അയാൾ പോലീസ് അറസ്റ്റിലാവുകയും, അതായത് ഒരു കേസിൽപ്പെട്ട് പോലീസ് അറസ്റ്റിലാവുകയും പോലീസ് കോർട്ടിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് കോർട്ട് റൂമിന്റെ വെളിയിൽ വെച്ച് വക്കീൽ വേഷത്തിൽ 2 പേർ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതിൽ 2 പേർ മരണപ്പെട്ടെങ്കിലും ജിതേന്ദർ ജോഗിയുടെ മരണമായിരുന്നു ലോറൻസ് ബിഷ്ണോയ്ക്ക് കൂടുതലായിട്ട് സന്തോഷിക്കാൻ കഴിയുന്നത്. മാർച്ച് 2020 നടക്കുന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്തം തില്ലൂർ രാജ്പുർ എന്ന വേറൊരു ഗ്യാങ്സ് ഏറ്റെടുക്കുകയാണ്. ഇവരുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിലാണ് കണക്കൂട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ തില്ലുവിനെ വീണ്ടും ലോറൻസ് ബിഷ്ണോയി തന്റെ ഭാഗത്തിലേക്ക് ക്ഷണിക്കുകയും തില്ലു എന്നാൽ ഒരു മിഡിലായിട്ട് നിൽക്കുകയുമായിരുന്നു. അങ്ങനെ വേറൊരു കേസിൽ തില്ലുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുകയും തിഹാർ ജയിലിലെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു വാർഡിൽ വെച്ച്, അതായത് ഹോസ്പിറ്റൽ സൈഡിലെ ഒരു വാർഡിൽ വെച്ച് അദ്ദേഹം അവിടെ കൊല്ലപ്പെടുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സമയത്തെ വയസ്സ് 29. പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഈ ഗ്യാങ്ങിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അല്ലെങ്കിൽ നശിപ്പിക്കണം എന്ന് തീരുമാനിച്ച് നമ്മളുടെ ഇന്ത്യൻ പോലീസ് സേന ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ടാക്കുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തിന്റെ 2-3 സുഹൃത്തുക്കളെ വീണ്ടും അറസ്റ്റ് ചെയ്യുക. സഹേഗ് ഗുജ്ജാർ, ആനന്ദ് പാൽ സിംഗ് എന്നീ 2 പേരുടെ അറസ്റ്റ് ലോറൻസ് ബിഷ്ണോയെ ഒരു സൈഡിലും തകർത്തിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 പേരും ലോറൻസ് ബിഷ്ണോയുടെ ബലം കൈയായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ അവരെ പിടികൂടുകയും സഹേഗ് ഗുജ്ജറിന്റെ ഏകദേശം 4 കോടിയോളം വരുന്ന വീട്, നല്ല രീതിയിൽ ഉണ്ടാക്കിയതല്ല, ഇങ്ങനെയുള്ള കള്ളപ്പണവും അതുപോലെ തന്നെ ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്ത് അദ്ദേഹം നേടിയെടുത്ത ആ 4 കോടിയുടെ ആ വീട് ഒരു ഒറ്റ ദിവസം കൊണ്ട് പോലീസ് അടിച്ച് തകർക്കുകയാണ്. അതോടെ തന്നെ സഹേഗ് ഗുജ്ജാറിന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സും പെരുവഴിയിലെന്ന് തന്നെ പറയാം. എന്തായാലും തങ്ങളുടെ മകൻ ചെയ്തതിന്റെ കർമ്മഫലം അനുഭവിക്കുന്ന മാതാപിതാക്കളാണെങ്കിലും ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം ജയിലിൽ സുരക്ഷിതനും വളരെ സന്തോഷവാനുമായിരുന്നു. ലോറൻസ് ബിഷ്ണോയുടെ ഗ്യാങ്ങിന്റെ തേരോട്ടവും പ്രശ്നങ്ങളും ഒന്നും ഇതുകൊണ്ട് തന്നെ തീരുന്നില്ല. ലോറൻസ് ബിഷ്ണോയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ 2 പേരായിരുന്നു അമിത് ധേറും കുശാൽ ചൗധരിയും എന്ന് പറയുന്ന 2 പേർ. ഏകദേശം 30-31 വയസ്സുള്ള ഈ ചെറുപ്പക്കാർ ലോറൻസ് ബിഷ്ണോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിക്കിയെ കൊല ചെയ്ത കൊലയാളികളായിരുന്നു. ഇവരെ എങ്ങനെയെങ്കിലും തകർക്കാനായിരുന്നു ലോറൻസ് ബിഷ്ണോയുടെ ശ്രമമെങ്കിലും ലോറൻസ് ബിഷ്ണോയെക്കാട്ടിലും ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയി നിന്ന ഇവർ ലോറൻസ് ബിഷ്ണോയോട് തന്റെ ജീവന് പകരം 5 കോടി രൂപ ആവശ്യപ്പെടുകയുണ്ട്. എന്നാൽ ലോറൻസ് ബിഷ്ണോയി അത് കൊടുക്കാത്ത നിമിത്തം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു ബിൽഡറെ ഇവർ കൊലപ്പെടുത്തുകയും അത് ലോറൻസ് ബിഷ്ണോയെ മാനസികമായി തളർത്തിയ നിമിത്തം ലോറൻസ് ബിഷ്ണോയി 5 കോടി രൂപ ഇവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അമിതും കുശാലും പോലീസ് അറസ്റ്റിലായതോടെ ലോറൻസ് ബിഷ്ണോയി വീണ്ടും തന്റെ ഗ്യാങ് ശക്തിപ്പെടുത്തി മുമ്പോട്ട് വരികയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് മെയ് 2022 പഞ്ചാബി ഗായകനായ സിദ്ധു മൂസാവാല എന്ന ചെറുപ്പക്കാരന്റെ മരണം സംഭവിക്കുന്നത്. ഈ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അതായത് അദ്ദേഹം കൊല ചെയ്യപ്പെടുകയായിരുന്നു. തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിമിഷ നേരങ്ങളിൽ തന്നെ പുറകിൽ കാറിലെത്തിയ സംഘം അദ്ദേഹത്തെ ജീപ്പിനുള്ളിൽ വെച്ച് തന്നെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ഉണ്ടായത്. ഈ കൊലപാതകത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ലോറൻസ് ബിഷ്ണോയി ഗ്യാങ് ഏറ്റെടുക്കുകയാണ്. ഇതിവിടെ മുതലാണ് ലോറൻസ് ബിഷ്ണോയെ വീണ്ടും പുറംലോകം അറിഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെയിരിക്കെയാണ് ലോറൻസ് ബിഷ്ണോയി വീണ്ടും പലതരത്തിലുള്ള കോൺട്രവേഴ്സിയിൽ ചെന്ന് പെടുകയും അതുമൂലം അറസ്റ്റിലാകപ്പെടുകയും ഇപ്പോൾ ജയിലിൽ കഴിയുകയും ചെയ്യുന്നത്. എന്നാൽ ലോറൻസ് ബിഷ്ണോയി ഈ സമയത്ത് സൽമാൻ ഖാൻ എതിരെ ഉന്നയിക്കുന്ന ആ ഒരു ഭീഷണി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെറും ഒരു കൃഷ്ണമാൻ മൃഗവേട്ടയ്ക്ക് നിമിത്തം മാത്രമാണെന്ന്? ഒരിക്കലുമല്ല. ഇതിന്റെ പിന്നിൽ ഒരു വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. എന്തായാലും സൽമാൻ ഖാനെതിരെയുള്ള ലോറൻസ് ബിഷ്ണോയുടെ പൊളിറ്റിക്സ് അവിടെ ഇരിക്കട്ടെ. വെറും ഒരു കൃഷ്ണമാൻ മൃഗവേട്ടയുടെ പേരിൽ മാത്രം ഒരു മനുഷ്യനെ കൊല്ലാൻ മാത്രം സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇതൊക്കെ വളരെ രമ്യതയോടും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലച്ചയോടു കൂടിയും ഒക്കെ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനൊന്നും ലോറൻസ് ബിഷ്ണോയ് തയ്യാറാവാതെ താനൊരു പവർഫുൾ ഗാങ്സ്റ്റർ ആണ്, തനിക്ക് എന്തും ചെയ്യാൻ കഴിയും, തനിക്ക് ജയിലിലിരുന്നും എന്തും ചെയ്യാൻ കഴിയും, ഒരു നമ്മുടെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നോക്കുകുത്തി ആയിക്കൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന ഒരു ധാരണ ജനങ്ങളിലേക്ക് പരത്തുകയാണ് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത്. ക്ഷത്രിയ കർണ സേന എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് വിലയിട്ടേക്കുന്നത് 1,11,11,111 രൂപയാണ്. ഒരുപക്ഷെ ജയിലിൽ വെച്ചായാലും അല്ലെങ്കിൽ എൻകൗണ്ടറിൽ വെച്ചായാലും ആര് അദ്ദേഹത്തെ കൊല്ലുന്നു അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പോലീസുകാരാണ് ഇവരെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും പോലീസുകാരൻ എൻകൗണ്ടർ വഴി ലോറൻസ് ബിഷ്ണോയെ കൊലപ്പെടുത്തുകയാണെങ്കിൽ ഈ പൈസ അല്ലെങ്കിൽ ഈ തുക ആ പോലീസുകാരന് കൊടുക്കും എന്നാണ് ക്ഷത്രിയ കർണസേന പറഞ്ഞിരിക്കുന്നത്.
ഒന്നോർക്കുക, ദാവൂദ് ഇബ്രാഹിം മുതൽ ഇപ്പോൾ ലോറൻസ് ബിഷ്ണോയ് വരെ ഈ കണ്ട ഗ്യാങ്സ്റ്റേഴ്സിന്റെയും അണ്ടർ മാഫിയ കിങ്സിന്റെയും ഒന്നും ജീവിതം അത്ര വലിയ സുഖകരമല്ല. അവർക്ക് എപ്പോഴും ഒളിവിൽ ജീവിതമായിരിക്കും, അല്ലെങ്കിൽ ജയിൽ ജീവിതമായിരിക്കും. ജീവനിൽ എപ്പോഴും പേടിയായിരിക്കാം. ഒരുപക്ഷെ പോലീസുകാർ കൊല്ലും, അല്ലെങ്കിൽ തങ്ങളുടെ ഓപ്പോസിറ്റ് ഗ്യാങ്സ് കൊല്ലും. അങ്ങനെ ജീവിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? എല്ലാവിധ ഫെസിലിറ്റികളിലൂടെയും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളിൽ കൂടെയുമാണ് ജീവിക്കുന്നതെങ്കിലും ഒളിച്ചുള്ള ജീവിതം എത്രത്തോളം സുഖകരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തങ്ങളുടെ ഫാമിലിയോട് ഒരു നിമിഷം പോലും ചെലവഴിക്കാൻ സാധിക്കാതെ, തങ്ങളുടെ ഫ്രണ്ട്സുകളോട് ഒരു ട്രിപ്പോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ, നല്ലൊരു ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ, കുറെ കാശ് മാത്രം അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് മാത്രം ആയിട്ട് എന്താണ് കാര്യം? ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരെല്ലാം തന്നെ ഇങ്ങനെയുള്ള സിനിമകളോ മറ്റൊക്കെ കാണുമ്പോൾ അവരെ ഒരു ആരാധപുരുഷമായി കണക്കാക്കാറുണ്ട്. പക്ഷെ അതിൽ ഏകദേശം 30% ചെറുപ്പക്കാർ പോലും ഇങ്ങനെയൊരു ജീവിതം ജീവിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്, ഒരിക്കലും ഈ തെറ്റായ പാത തിരഞ്ഞെടുക്കാതിരിക്കുക. ഈ പാതയിലേക്ക് ഒരു വട്ടം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചൊരു വരവുണ്ടാവുകയില്ല. അങ്ങനെ വരുന്നെങ്കിൽ അത് നമ്മളുടെ ജീവനില്ലാത്ത ശരീരം മാത്രമായിരിക്കും. നന്ദി, നമസ്കാരം.